ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി മട്ടൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി വെച്ചതും കേർഡും നമ്മളൊരു 1.5 കിലോ മട്ടനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ നമുക്ക് അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് അടുത്തത് വേണ്ട ചേരുവകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തക്കാളി അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പില, പിന്നെ ഒരു 3 വലിയ സവോള കുനുകുന അരിഞ്ഞതാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി അതിലേക്ക് ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കറാണ് വെക്കുന്നത്. അതിൽ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം വേറെ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് കുറച്ച് പട്ട, ബേ ലീഫ്, പിന്നെ ഉണക്കമുളക്, ജാതിപത്രി, ഉലുവ, കുരുമുളക്, ഏലക്ക, പിന്നെ കരയാമ്പ്, പിന്നെ ഒരു കറുത്ത ഏലക്കയും നമ്മളൊരു 2-3 എണ്ണം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഈ കുക്കറിലേക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റുമ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സവോള വഴണ്ടി കിട്ടും. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കിത് ചെയ്യാം. കുറച്ച് വേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കൂ, കണ്ടോ, നമുക്ക് ആ ഒരു ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളറായി. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളിയും നന്നായിട്ട് വഴറ്റുക. തക്കാളിയുടെ ആ ഒരു പച്ചപ്പൊക്കെ മാറി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാം ആ ഒരു പച്ചപ്പ് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ മട്ടൻ, എന്താ പറയുക, നമ്മൾ എല്ലാ മസാലയൊക്കെ തേച്ച് വെച്ച മട്ടൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മട്ടൻ ഇതിൽ ചേർത്തതിന് ശേഷം നമുക്ക് ഫുൾ ഈ മസാല എല്ലാം കൂടെ മട്ടനിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫുൾ മട്ടനിലേക്കും ഈ മസാല നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അത് എന്താ പറയുക ചൂടാവാൻ വെക്കാം. ഈ സമയത്ത് കുറച്ചും കൂടെ നമ്മൾ വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു സ്മെല്ലിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. എന്നിട്ട് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് മസാല ആഡ് ചെയ്യേണ്ട ടൈമാണ്. അങ്ങനെ ബോയിലായി വന്ന ഈ മട്ടൻ ഇതിലേക്ക് നമ്മൾ ഇനി മസാലകൾ ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലിയാണ് ഞാൻ നെക്സ്റ്റ് ഇടുന്നത്. പിന്നെ നമുക്ക് കുരുമുളക് പൊടി, പിന്നെ ജീരകം, പെരിഞ്ജീരകപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഇത്രയുമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഈ ഫുൾ മട്ടനിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് ബോയിലാവാൻ വെക്കാം. ഒരു കുറച്ച് നേരം നല്ല തിള വരുന്ന വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വിസിൽ ഞാൻ ലോ ഫ്ലെയിമിലിടും. അപ്പോൾ ഫസ്റ്റ് വിസിൽ ലോ ഫ്ലെയിമിൽ അടിച്ചതിന് ശേഷം ഒരു 3 വിസിൽ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ അതിപ്പോൾ ഓരോ കുക്കറിനും ഓരോ രീതിക്കായിരിക്കും വേവ്. അപ്പോൾ നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങളത് ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വിസിലെല്ലാം 3-4 എണ്ണം വന്നതിന് ശേഷം ഞാനത് ഓപ്പൺ ചെയ്തപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പും എരിവും എന്താ പറയുക മസാല എല്ലാം അതിൽ പിടിച്ചിട്ട് നല്ല കളറും എല്ലാമായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില ഇതിൻ്റെ ടോപ്പിങ്ങിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ഇനി അതൊരു ചെറിയ ബൗളിലേക്ക് സെർവ് ചെയ്തിട്ട് നമുക്ക് ഇനി കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൈദരാബാദി മട്ടൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ബൈ.